നമുക്കിത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാൽമൺ ഫിഷ് കൊണ്ടുള്ള ഫിഷ് മോളി ഉണ്ടാക്കാം. ഇത് അപ്പത്തിൻ്റെയും പത്തിരിയുടെയും ചപ്പാത്തിയുടെയൊക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്കതിന് വേണ്ടി എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോ സാൽമണ്ണാണ്. അത് തൊലിയൊക്കെ കളഞ്ഞ് നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് 1 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 1 ടീസ്പൂൺ നാരങ്ങാനീരും കൂടിയിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. എന്നിട്ട് അതൊരു പാനിൽ എണ്ണ ചൂടാകുമ്പോഴത്തേക്കും നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനൊരു 15 മിനിറ്റ് മീഡിയം ഹീറ്റിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. എന്നിട്ടത് കോരി മാറ്റിയിട്ട് നമുക്ക് അതേ എണ്ണയിൽ തന്നെ ഒരു 4 വെളുത്തുള്ളി വട്ടത്തിൽ അരിഞ്ഞതും 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും കൂടിയിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് അതിനകത്തേക്ക് ഒരു ചെറിയ സൈസിലുള്ള സവാള നീളത്തിൽ അരിഞ്ഞതും കൂടിയിട്ട് നല്ലൊരു ഗോൾഡൻ കളറാവുന്നത് വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് അതിനകത്തേക്ക് ഒരു ചെറുവിരലിൻ്റെ നീട്ടമുള്ള 2 പട്ടയും ഗ്രാമ്പും ഏലക്കായും കൂടി ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് 4 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇടുന്നുണ്ട്. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഞാനിവിടെ 2 കപ്പ് തേങ്ങയുടെ 2-ാം പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ ഫ്രോസൺ തേങ്ങ 2 കപ്പ് കുറേശ്ശെ വെള്ളം ചേർത്ത് അരച്ച് പിഴിഞ്ഞെടുത്തതാണ്. അതിൻ്റെ 2-ാം പാലാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മുടെ സാൽമൺ ഫിഷ് വറുത്ത് വെച്ചിരിക്കുന്നതും കൂടെ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പുളിക്ക് വേണ്ടി ഞാനൊരു 4 ടേബിൾ സ്പൂൺ നാരങ്ങാനീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു തക്കാളി വട്ടത്തിൽ മുറിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇത് അടച്ച് വെച്ച് ലോ ഹീറ്റിൽ ഒരു 5-10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ പാലൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങയുടെ 1-ാം പാൽ ചേർത്ത് കൊടുക്കാം. ഇതൊരു 1.5 കപ്പുണ്ട്. എന്നിട്ട് പയ്യെ മീനൊന്നും പൊടിയാത്ത രീതിയിൽ പയ്യെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് അനക്കാതെ വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് സർവ് ചെയ്യാവുന്നതാണ്. ഇത് അപ്പത്തിൻ്റെ പത്തിരിയുടെയൊക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്യണേ. ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.